ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നതാണ്. എല്ലാവരും ഇപ്പോൾ ചാനലുകളും എല്ലാവരും ചർച്ച ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ സിനിമയിലോട്ട് വരുന്നു എന്നാണ് പുതിയൊരു വാർത്ത. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ കുഞ്ഞാറ്റ തേജാലക്ഷ്മി സിനിമയിലോട്ട് വരുന്നതായിരുന്നു ഒരു ചർച്ചയായിരുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിലോട്ട് വരുന്നതാണ് ചർച്ചയായിരിക്കുന്നത്. മകൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ പ്രണവ് മോഹൻലാലിന് ഒരുപാട് വിമർശനങ്ങളാണ് തുടക്കത്തിലുണ്ടായത്. അതെന്താ സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു ലെജൻഡ് എന്ന ആക്ടറുടെ മകൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒട്ടുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ മകൻ സിനിമയായിട്ട് വരുമ്പോൾ എന്തായാലും ആ അച്ഛനുമായിട്ട് മകനെ കമ്പയർ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം മകളാണ് വരുന്നത്. ഒരുപാട് നടന്മാരുടെ പെൺമക്കളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അനിൽ കപൂറിൻ്റെ മകളാണ് സോനം കപൂർ, രൺധീർ കപൂറിൻ്റെ മകളാണ് കരീന കപൂറും കരിഷ്മ കപൂറും. മലയാളത്തിലെടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു നടൻ്റെ പെൺമക്കളാണ് സിനിമയിൽ വന്നതെന്ന് നമുക്ക് കാണാത്തത്. മമ്മൂട്ടിയുടെ മകൾ വന്നിട്ടില്ല, ജയറാമിൻ്റെ മകൾ വന്നിട്ടില്ല, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പെൺമക്കൾ ആരും തന്നെ വന്നിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് മോഹൻലാലിൻ്റെ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പറഞ്ഞത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് തുടക്കം. ആ മൂവിയിലൂടെയാണ് വിസ്മയ മോഹൻലാൽ ഇപ്പോൾ സിനിമയിലേക്ക് ഡെബ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് സംവിധായകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ സംവിധായകൻ തന്നെയാണ്. ജൂഡ് ആന്റണിയാണ് ഇതിൻ്റെ സംവിധായകൻ. 2018 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയിലൂടെ ഇപ്പോൾ വളരെ ടോപ്പ് സംവിധാനമായി ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് ഇപ്പോൾ വിസ്മയ മോഹൻലാൽ വരുന്നത്. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നെപ്പോക്കിഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ നെപ്പോക്കിഡ് എന്ന് പറയുന്നത് കഴിവുള്ളവർക്കല്ലേ ഉയർന്നു പോകാൻ പറ്റും. ആ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു ചാൻസ് കിട്ടാൻ എളുപ്പമാണ്. അത് കണ്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പ്രണവ് മോഹൻലാൽ നല്ലപോലെ അഭിനയിച്ചില്ലെങ്കിൽ പ്രണവ് മോഹൻലാലിന് ചാൻസ് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫഹദ് ഫാസിൻ്റെ കാര്യം. ആദ്യത്തെ പടം വന്നു, നെപ്പോക്കിഡ് എന്നുള്ളവർ വന്നു, പൊളിഞ്ഞു പോയി. കുഞ്ചാക്കോ ബോബൻ വന്നു, ലക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും നിലനിന്നു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് അങ്ങനെ ഒരുപാട് നെപ്പോക്കിഡുകൾ വരുന്നു. ചിലർ പിടിച്ചിരിക്കുന്നു, ചിലരൊക്കെ പോകുന്നു. ഇപ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെ മകനൊക്കെ ഉണ്ട്, അവരൊന്നും അത്ര പ്രശസ്തരായിട്ട് വന്നിട്ടില്ല, സക്സസ്ഫുൾ ആയിട്ടില്ല. ഇനി വിസ്മയ മോഹൻലാലിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു മകനല്ല മകളാണ് വരുന്നത്. അത് ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ മകൾ വരുമ്പോൾ സൗത്ത് ഇന്ത്യ എന്നല്ല നോർത്ത് ഇന്ത്യയിൽ പോലും ഇതൊരു വലിയൊരു ന്യൂസായി മാറും. എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കും. അത് വിസ്മയ്ക്ക് തന്നെ ഒരു ബർഡൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വിസ്മയ വളരെയധികം ഇതിൻ്റെ ഒരു സിനിമയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. മൂവി ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചില്ലെങ്കിൽ അത് ആളുകൾ പറയുന്നത് ആദ്യത്തെ ഒരു പടമാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ ഒന്നും ഈ വിസ്മയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവർക്കാണെങ്കിൽ ആദ്യ പടമല്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരും കൺസിഡർ ചെയ്ത് ചിലപ്പോൾ തള്ളിക്കളയും. പക്ഷേ മോഹൻലാലിൻ്റെ മകൾ പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. മോഹൻലാലിൻ്റെ അതേ ടാലൻ്റ് ഒക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും എല്ലാവരും സിനിമ കാണാൻ വരുന്നത്. അതിപ്പോൾ പൊതുജനം മാത്രമല്ല, സിനിമ ഫീൽഡിൽ ഉള്ളവർ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾക്ക് ഇപ്പോൾ തിരികൊളുത്തിരിക്കുന്നത് നെപ്പോക്കിഡ് എന്നുള്ള രീതിയിലാണ്. നെപ്പോക്കിഡുകൾ ഒരുപാട് വരുന്നുണ്ട്, സക്സസ് ആവുന്നുണ്ട്, ഫ്ലോപ്പ് ആവുന്നുണ്ട്. എന്നാൽ വിസ്മയ വന്നിട്ട് സക്സസ് ആവട്ടെ, അല്ലെ, വിസ്മയിപ്പിക്കട്ടെ എല്ലാവരും. ലാലേട്ടൻ്റെ മകളോടുള്ള സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ തുടക്കം എന്നാണ് മൂവിയുടെ പേര് തന്നെ. തുടക്കത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഒരു സക്സസ് ആവട്ടെ മൂവി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ അടുത്തൊരു വീഡിയോ വരുന്നത്. എല്ലാവർക്കും ബൈ.